തൃശൂരിലെ വോട്ട് ക്രമക്കേട് ആരോപണത്തിൽ സുരേഷ് ഗോപിക്ക് ഐക്യദാർഢ്യവുമായി CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് BJPയുടെ പന്തം കൊളുത്തി പ്രകടനം. തെരുവിൽ പോരടിച്ച് CPIM BJP പ്രവർത്തകർ വന്നതോടെ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. പരസ്പരം കല്ലും വടിയും എറിഞ്ഞതോടെയാണ് പ്രദേശത്ത് സംഘർഷാവസ്ഥ ഉണ്ടായത്. പോലീസിന് നേരെ പ്രവർത്തകർ കയ്യാങ്കളിയുമായി എത്തി. പ്രദേശത്തിപ്പോൾ വൻ പോലീസ് സന്നാഹം ഉണ്ട്. ലെവിൻ കെ വിജയൻ ചേരുന്നു തൃശ്ശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ലെവിൻ, ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ മറ്റ് പാർട്ടികളുടെ ഓഫീസിലേക്ക് കൂടി ഈ ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത് വലിയ സംഘർഷാവസ്ഥ എന്തായാലും സൃഷ്ടിക്കും. ഇപ്പോൾ അവിടുത്തെ സംഘർഷാവസ്ഥയൊക്കെ അയവ് വരുത്താൻ സാധിച്ചിട്ടുണ്ടോ? എന്താണ് നിലവിലെ സാഹചര്യം? രുചീഷ്, വോട്ട് ചേരി വിവാദം തൃശ്ശൂരിനെ രാഷ്ട്രീയത്തെ ആളിപ്പടർത്തുകയാണ്. ഓരോ ദിവസവും പ്രതിഷേധം അതിശക്തമാകുന്നു. ഇന്നുമായി നമ്മൾ നടത്തിയ ഇൻവെസ്റ്റിഗേഷനിൽ കൂടെ പുറത്തു വന്ന വിവരങ്ങൾ കൂടി ഈ ക്രമക്കേടുകൾക്ക് ആധികാരികത ഉറപ്പുവരുത്തുമ്പോൾ അത് രാഷ്ട്രീയ വിഷയമായി തന്നെ സാംസ്കാരിക നഗരിയിൽ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സുരേഷ് ഗോപി വോട്ട് ക്രമക്കേട് നടത്തി വിജയിച്ചു എന്നുള്ള പ്രതിഷേധവുമായി ഉയർത്തിക്കൊണ്ട് ഇന്ന് CPM ആണ് വിവിധ വാർത്തകളിലൂടെ ഈ വസ്തുതകൾ കൂടുതൽ വെളിച്ചത്ത് വന്നതോടുകൂടി പ്രതിഷേധവുമായി സുരേഷ് ഗോപിയുടെ തൃശൂർ ചേരൂരിലുള്ള ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. CPIM തൃശൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ പങ്കെടുത്ത് ഉദ്ഘാടനം നടക്കുമ്പോൾ CPM പ്രവർത്തകനായ വിപിൻ എന്ന് പറയുന്ന ഒരു ചെറൂർ സ്വദേശി സുരേഷ് ഗോപിയുടെ ഓഫീസിന് സമീപത്തെ ദിശാ ബോർഡിലേക്ക് കയറുകയും അവിടെ കരിയോയിലൊഴിക്കുകയും ചെരുപ്പുമാല അണിയിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. പിന്നാലെ ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പോലീസ് വാഹനത്തിലെത്തിച്ച ഈ വിപിനെ മോചിപ്പിക്കുന്നതിനായി CPM നേതാക്കൾ അടക്കമെത്തി വാഹനത്തിൽ നിന്നും ഇറക്കിക്കൊണ്ടു പോന്നു. ആ പ്രതിഷേധം അവിടെ അവസാനിച്ചെങ്കിലും തൊട്ടു പിന്നാലെ തന്നെ BJP പ്രവർത്തകർ പ്രതിഷേധവുമായി CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തുകയായിരുന്നു. രാത്രി 8 മണിയോടുകൂടിയാണ് പ്രതിഷേധം ആരംഭിച്ചത്. 2 മണിക്കൂറിൽ അധികം സമയം, അല്ലെങ്കിൽ 1.5 മണിക്കൂറിലേറെ സമയം ഇവിടെ സംഘർഷാവസ്ഥയായിരുന്നു. CPM ഓഫീസിലേക്ക് BJP പ്രകടനമായി എത്തിയതോടുകൂടി ഒരു വശത്ത് പോലീസ് നിലയുറപ്പിച്ച് ബാരിക്കേഡുകൾ ഉയർത്തി ഇവരെ തടയാൻ ശ്രമിച്ചു. പക്ഷേ ബാരിക്കേഡുകൾ മറികടന്ന് മുന്നേറാൻ ശ്രമിച്ച BJP പ്രവർത്തകർ പോലീസുമായി കയ്യാങ്കളിയിലെത്തി. ഇതിനിടയിൽ ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബിന്, BJPയുടെ ജില്ലാ പ്രസിഡന്റിന് പോലീസിന്റെ ലാത്തടിയേൽക്കേണ്ടി വന്നു. ഇതിനിടയിൽ പോലീസിനെ അതിക്രമിച്ച് മുന്നേറാൻ പ്രവർത്തകർ ശ്രമിച്ചു. പിന്നീട് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലൂടെ CI ജിജോ അടക്കമുള്ള ആളുകൾ എത്തി ഈ BJP പ്രവർത്തകരെ നിയന്ത്രിക്കാനുള്ള ഒരു ശ്രമം നടത്തി. അതിനിടയിൽ പ്രതിഷേധം അവിടെ അവസാനിപ്പിച്ച് അവർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാൻ ആരംഭിച്ചു. പിന്നാലെ തന്നെ മുദ്രാവാക്യം വിളികൾ ഉച്ചത്തിലായി, പ്രകോപന പ്രസംഗങ്ങൾ ഉണ്ടായി. ഇതിനൊപ്പം തന്നെ CPM ഓഫീസിൽ സംഘടിച്ചു നിന്ന DYFI CPM പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി ഇവർക്കരികിലേക്ക് എത്തുകയായിരുന്നു. പിന്നീട് ഇരു വിഭാഗവും ചേരിതിരിഞ്ഞ് മുദ്രാവാക്യം വിളികളുടെ പ്രതിഷേധം നടത്തി. അതിന് പിന്നാലെ തന്നെ കല്ലും കമ്പും വടികളും എറിഞ്ഞുകൊണ്ട് ഇരുകൂട്ടരും പരസ്പരം ആക്രമിച്ചു. കയ്യാങ്കളിയുടെ വക്കോടമെത്തിയ ആക്രമണത്തെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് പോലീസ് പാടുപെട്ട് തടഞ്ഞു നിർത്തിയത്. ഇതിനിടയിൽ രണ്ടു കൂട്ടരും പലതവണ ഏറ്റുമുട്ടാനുള്ള ശ്രമങ്ങൾ നടത്തി. പിന്നാലെ BJP പ്രവർത്തകർ പിരിഞ്ഞു പോവുകയായിരുന്നു. പല ഘട്ടങ്ങളിലായി പ്രകോപനപരമായ സാഹചര്യമുണ്ടായി. ഇതേ സമയത്ത് തന്നെ ഈ പ്രതിഷേധം നടക്കുമ്പോൾ AIYFന്റെ നേതൃത്വത്തിൽ BJPയുടെയും CPIMന്റെയും നേരിട്ടുള്ള ഒരു ആക്രമണ സ്വഭാവത്തിലേക്ക് മാറുമായിരുന്ന ഒരു പ്രതിഷേധം എന്തായാലും താൽക്കാലികമായി നിർത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ വരും ദിവസങ്ങളിലും ഇതിന്റെ അനുരണനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. വലിയ പ്രതിഷേധത്തിലേക്കാണ് തൃശൂർ നഗരം ഇന്ന് സാക്ഷ്യം വഹിച്ചത്.